ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ സിംപ്ലി ദ പ്രോസസ് എന്താണ്? ആരെല്ലാം ഒന്ന് പറ. ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞ പ്രോസസ് എന്താ? What is diffusion? നമ്മുടെ VLSI ഈ IC fabrication diffusion means എന്താ? It is the process of higher concentration to lower concentration molecules in the movement on diffusion. Here we are using diffusion for introducing dopants, controlled amount of dopants into the semiconductors. Okay, so അതിന്റെ methods പറഞ്ഞു. Then അതിന് associated ആയിട്ടുള്ള laws, diffusion associated ആയിട്ടുള്ള laws ആണ് fixed laws. Okay, so there are fixed first and second laws are there. അതിൽ first law നമ്മൾ ഡിഫൈൻ ചെയ്തു. J is equal to minus D into dou C of xt divided by dou x. ഫസ്റ്റ് ലോ ഡിഫൈൻ ചെയ്തു. ഫസ്റ്റ് ലോയില് ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഡസ് നോട്ട് കൺസിഡർ ദ ചേഞ്ച് ഓഫ് ഫ്ലക്സ് വിത്ത് റെസ്പെക്ട് ടു പൊസിഷൻ. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു പൊസിഷൻ ചേഞ്ച് ഓഫ് ഫ്ലക്സ് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വി ആർ ഗോയിങ് ഫോർ ഫിക്സ് സെക്കൻഡ് ലോ. ഓക്കെ, സോ അതിന്റെ സ്റ്റാർട്ടിങ് പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് for deriving the expression for fixed second law, we are considering a semiconductor slab. Okay, in the semiconductor slab, we are taking two planes parallel to each other, okay, which are perpendicular to the direction of diffusion. That is, left to right on a diffusion direction. Then planes are normal to diffusion direction. Okay, so P1, P2. The distance between P1 P2 is dx. അതൊരു സ്മോൾ ഡിസ്റ്റൻസിലുള്ള രണ്ട് പ്ലെയിൻസ്, പാരലൽ പ്ലെയിൻസ് കൺസിഡർ ചെയ്യുന്നു. ദെൻ നമ്മൾ പറഞ്ഞ പോയിന്റ്സ് എന്തൊക്കെയാണ്? J1 എന്ന് പറയുന്നത് ഫ്ലെക്സ് അറ്റ് ദിസ് പോയിന്റ്, P1 എന്ന് പറഞ്ഞ പ്ലെയിനിലുള്ള പോയിന്റിലുള്ള ഫ്ലെക്സ് ആണ് J1. ദെൻ J2 എന്ന് പറയുന്നത് P2 എന്ന് പറഞ്ഞ പ്ലെയിനിലുള്ള ഫ്ലെക്സ് ആണ്. ഓക്കെ, സോ സം ഓഫ് ദ മോളിക്യൂൾസ് ഓർ ഡോപ്പൻസ് ആർ ട്രാപ്ഡ് ഇൻ ദിസ് സ്പേസ്. അതായത് dx എന്ന് പറഞ്ഞ ആ ഒരു സ്പേസിൽ സം ഓഫ് ദ ഡോപ്പൻസ് ട്രാപ്പ് ചെയ്യും. ഓക്കെ, നൗ അവിടെ റേറ്റ് ഓഫ് അക്യുമുലേഷൻ, ദാറ്റ് ഈസ് റേറ്റ് ഓഫ് അക്യുമുലേഷൻ ഓഫ് ഡോപ്പൻസ് ആണ് പറയുന്നത്. റേറ്റ് ഓഫ് അക്യുമുലേഷൻ ഓഫ് ഡോപ്പൻസ് നമ്മൾ രണ്ട് ഇക്വേഷൻസ് ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് ക്ലാസ്സിൽ. അതിൽ ഫസ്റ്റ് വൺ ഡോ സി ബൈ ഡോ ടി ഇൻറ്റു എ ഇൻറ്റു ഡി എക്സ്. അതായത് ചേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ. ഡോ സി ബൈ ഡോ ടി മീൻസ് ചേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് ഡോപ്പൻറ്റ് പെർ യൂണിറ്റ് വോളിയം. ദാറ്റ് ഈസ് ഡോ സി ബൈ ഡോ ടി. In terms of concentration, we can define dou C by dou T into ADX. ADX means വോളിയം. ഓക്കെ, എന്ന് പറയുന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. ഡി എക്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പ്ലെയിൻസിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് ആണ് ഡി എക്സ് എന്ന് പറയുന്നത്. സോ എ ഇൻറ്റു ഡി എക്സ് എന്നത് വോളിയം ഓഫ് ദാറ്റ്, ആ ഒരു ഡി എക്സ് എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ഉള്ള അല്ലെങ്കിൽ ബിറ്റ്വീൻ ദാറ്റ് പ്ലെയിൻസ് ഉള്ള വോളിയം ആണ് എ ഇൻറ്റു ഡി എക്സ്. ചേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ പെർ യൂണിറ്റ് വോളിയം ഡോ സി ബൈ ഡോ ടി. സോ റേറ്റ് ഓഫ് അക്യുമുലേഷൻ എന്ന് പറയുന്നത് ഡോ സി ബൈ ഡോ ടി ഇൻറ്റു എ ഡി എക്സ്. ദെൻ റേറ്റ് ഓഫ് അക്യുമുലേഷൻ ഇൻ ടേംസ് ഓഫ് ഫ്ലക്സ് ഡെൻസിറ്റി. ഇൻ ടേംസ് ഓഫ് ഫ്ലക്സ് ഡെൻസിറ്റി കൺസിഡർ ചെയ്യുമ്പോൾ എന്താണ്? ഫസ്റ്റ് P1 എന്ന് പറഞ്ഞ പ്ലെയിനിലുള്ള ഫ്ലക്സ് ഡെൻസിറ്റി പെർ യൂണിറ്റ് ഏരിയ എന്ന് പറയുന്നത് J ഓഫ് ഫ്ലക്സ് ഡെൻസിറ്റി. ഫ്ലക്സ് എപ്പോഴും നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് പെർ യൂണിറ്റ് ഏരിയ ആണ്. സോ J ഓഫ് എക്സ് എന്ന് പറയുന്നത് യൂണിറ്റ് ഏരിയയിലുള്ളതാണ്. അതേപോലെ P2 എന്ന് പറഞ്ഞ പോയിന്റിൽ പെർ യൂണിറ്റ് ഏരിയ ഉള്ളതാണ് J ഓഫ് എക്സ് പ്ലസ് ഡി എക്സ്. സോ ടോട്ടൽ ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്ത് വരും? അതിന്റെ ഡിഫറൻസ് ഇൻറ്റു total area of cross section, that is A into J of x minus J of x plus dx. So in terms of flux density and in terms of concentration, change in concentration, we have defined the flux density. Now നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിനകത്തുനിന്ന് നമുക്ക് ഫിക്സ് ലോ ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇക്വേറ്റിംഗ് ഇക്വേഷൻസ് 1 and 2. ഇത്രയും കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ്. Now equating equations 1 and 2, that is രണ്ടും എന്താണ്? Rate of accumulation ആണ്. Okay, equating 1 and 2. So equate ചെയ്ത് കഴിഞ്ഞാൽ what we will get? Dou C by dou T into A into dx is equal to A into J of x minus J of x plus dx. Okay, ഇതിൽ എന്താണ്? A get cancelled. Now
we can write dou C by dou T. Dou C by dou T is equal to ഇതൊന്ന് നമ്മൾ തിരിച്ചെഴുതുന്നുണ്ട്, അത് റീഅറേഞ്ച് ചെയ്യുന്നുണ്ട്. അതായത് ഈ മൈനസ് ജി ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഒന്ന് സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട്. സോ നെഗറ്റീവിനെ വി ആർ ടേക്കിംഗ് ഔട്ട് സൈഡ് ആൻഡ് ജെ ഓഫ് എക്സ് പ്ലസ് ഡി എക്സ് മൈനസ് ജെ ഓഫ് എക്സ്. ഓക്കെ അല്ലേ? അതായത് ഇതിനെ ഒന്ന് ഓർഡർ റീഅറേഞ്ച് ചെയ്ത് എഴുതി ആ നെഗറ്റീവിനെ ഔട്ട് സൈഡ് എടുത്തു. ഓക്കെ, സോ മൈനസ് ജെ ഓഫ് എക്സ് പ്ലസ് ഡി എക്സ് ദെൻ മൈനസ് മൈനസ് പ്ലസ് ജെ ഓഫ് എക്സ് സെയിം തന്നെയാണ്. ഓക്കെ, പിന്നെ എന്ത് വരും? അവിടെ ഒരു ഇൻറ്റു ഡി എക്സ് ഉണ്ടായിരുന്നു, ആർ എച്ച് എസിലോട്ട് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ ഡി എക്സ്. ഓക്കെ, നൗ വെൻ ഡി എക്സ് ടെൻസ് ടു സീറോ, ദാറ്റ് ഈസ് ഡി എക്സ് എന്ന് പറയുന്നത് നമ്മളൊരു സ്മോൾ ഡിസ്റ്റൻസ് എടുത്തിട്ടുള്ളത് അല്ലേ. സോ വെൻ ഡി എക്സ് ടെൻസ് ടു സീറോ, ദാറ്റ് ഈസ് ആ ഒരു ചെറിയ ഡിസ്റ്റൻസിലാണ് കൺസിഡർ ചെയ്യുന്നത്. വെൻ ഡി എക്സ് ടെൻസ് ടു സീറോ, this dou C by dou T will become negative minus limit dx tends to 0 j of x plus dx minus j of x divided by dx. ഇതെന്താ ഈ ലിമിറ്റ് dx tends to 0 j of x plus dx minus j of x divided by dx, ഇങ്ങനെ ഒരു ഡെഫിനിഷൻ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ ഒരു ഡെഫിനിഷൻ കണ്ടിട്ടുണ്ടോ? ഡെറിവേറ്റീവ് ഡി ജെ ബൈ ഡി എക്സ് ആണ്, ഡെറിവേറ്റീവിന്റെ എക്സ്പ്രഷൻ ആണ്. ഇല്ല ഹർഷ, നിങ്ങൾ ഡെറിവേറ്റീവ് സ്റ്റാർട്ടിങ് പഠിക്കുമ്പോൾ തന്നെ ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു സീറോ അല്ലെ, ഡി ഓഫ് എക്സ് പ്ലസ് ഡി എക്സ് മൈനസ് ഡി ഓഫ് എക്സ് ഡിവൈഡ് ബൈ ഡി വൈ, ഡി വൈ ബൈ ഡി എക്സിന്റെ ഡെഫിനിഷൻ ഇങ്ങനെയല്ലേ പഠിക്കുന്നത് അല്ലെ? വൈ ഓഫ് എക്സ് പ്ലസ് ഡി എക്സ് മൈനസ് അല്ലെ, ഡിഫറൻസിയേഷന്റെ ഇക്വേഷൻ പഠിക്കുന്നത് തന്നെ ഈ ലിമിറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടാണ്. ഓക്കെ, സോ ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? ഇറ്റ് ഈസ് മൈനസ് ഡി ജെ ബൈ പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്തത്. സോ ഡോ ജെ ബൈ ഡോ എക്സ് എന്ന് എഴുതാം. ഓക്കെ, സോ ഡോ സി ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു മൈനസ് ഡോ ജെ ബൈ ഡോ എക്സ് കിട്ടി. നൗ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ജെ ഫ്രം ഫിക്സ് ഫസ്റ്റ് ലോ. ഫിക്സ് ഫസ്റ്റ് ലോയില് ജെന്റെ എക്സ്പ്രഷൻ ഉണ്ട്. ഓക്കെ, സോ നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഫിക്സ് ഫസ്റ്റ് ലോ ജസ്റ്റ് ഒന്ന് മോഡിഫൈ ആണ് ബൈ കൺസിഡറിങ് ദ ഫ്ലെക്സ് ചേഞ്ച് ഇൻ ഫ്ലെക്സ് വിത്ത് റെസ്പെക്ട് ടു പൊസിഷൻ. ഓക്കെ, സോ ഇവിടെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ജെ, നിങ്ങൾ എഴുതൂലേ? സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ജെ ഫ്രം ഫിക്സ് ഫസ്റ്റ് ലോ. ഓക്കെ, സോ we can write dou C by dou T is equal to minus dou by dou x of, from fixed first law, J is equal to minus D into dou C of xt divided by dou x. Okay, so we can write dou C by dou T is equal to minus minus cancel out, D constant and we can take outside, then and the dou by dou x of dou C by dou x ആണ്. So dou square C of x comma t divided by dou x square. Okay, അതായത് ഇവിടെ 2 times ഡെറിവേറ്റീവ് എടുക്കുന്നുണ്ട് അല്ലേ. സോ സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് C of x comma t, ഈ C of x comma t നേരത്തിലെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. കോൺസെൻട്രേഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ പൊസിഷൻ ആൻഡ് ടൈം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് C of x comma t എഴുതുന്നത്. ആക്ച്വലി ഇങ്ങനെ പറഞ്ഞാലും മതി, dou C by dou t is equal to D into dou square C by dou x square. Okay, so this is the equation for fixed second law. Okay, so fixed second law ന്റെ എക്സ്പ്രഷൻ ആണ്. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് വിത്ത് റെസ്പെക്ട് ടു പൊസിഷൻ, അതാണ് എക്സ് എന്ന് പറയുന്നതാണ് പൊസിഷൻ. അപ്പൊ പൊസിഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ എപ്പോഴും ആലോചിക്കുക, നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സെമി കണ്ടക്ടർ സർഫസ് ഇതാണെങ്കിൽ ഇതേപോലെ ഇംപ്യൂരിറ്റീസ് ആഡ് ചെയ്യുമ്പോൾ എത്ര ഡെപ്തിലേക്ക് പോകുന്നുണ്ടല്ലേ, ഈ ഡെപ്തിലേക്ക് പോകുന്നതനുസരിച്ചിട്ട് എന്താവും, ഈ ഡയറക്ഷൻ ആണ് എക്സ് എന്ന് പറയുന്നത്, നമ്മുടെ ഡിഫ്യൂഷന്റെ ഡയറക്ഷൻ. ഓക്കെ, സോ വിത്ത് റെസ്പെക്ട് ടു പൊസിഷൻ ഉണ്ടാവുന്ന കോൺസെൻട്രേഷൻ ചേഞ്ചും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് എന്ത് ചെയ്തേക്കുന്നത് ഫിക്സ് സെക്കൻഡ് ലോ ഫോം ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ
ദിസ് ഈസ് അബൌട്ട് ഫിക്സ് ലോസ്. അപ്പൊ ഫിക്സ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ലോ പറഞ്ഞു നമ്മൾ. ഇനി ആക്ച്വലി നമുക്ക് ഈ ഒരു കംപ്ലീറ്റ് ഇതിന്റെ മാത്തമാറ്റിക്കൽ അനാലിസിസ് കംപ്ലീറ്റ് ആവണമെങ്കിൽ ഈ ഫിക്സ് ലോ ഡിഫൈൻ ചെയ്യുന്ന ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് അല്ലെ. സോ അതിനകത്തുനിന്ന് അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, സോ അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിച്ചാലാണ് ആക്ച്വലി ഇതിന്റെ ഡിഫ്യൂഷന്റെ മാത്തമാറ്റിക്കൽ അനാലിസിസ് കംപ്ലീറ്റ് ആവുള്ളൂ. അത് നിങ്ങൾ എക്സാമിന് ആൻസർ ചെയ്യുമ്പോൾ ഫിക്സ് ലോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫിക്സ് ലോ മാത്രം ഡിഫൈൻ ചെയ്താൽ മതി. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ലോസ് ഇത്രയും വരെ ഡിഫൈൻ ചെയ്താൽ മതിയാവും. ഇനി അല്ല അതിന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ മാത്തമാറ്റിക്കൽ അനാലിസിസ് എന്നിട്ട് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഫിക്സ് ലോന്റെ സൊല്യൂഷൻ ആണ്. ഓക്കെ, അപ്പൊ ഫിക്സ് ലോന്റെ സൊല്യൂഷൻ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളിപ്പം പറയാൻ പോകുന്ന അനാലിസിസിൽ കുറച്ച് ടേംസ് ഉണ്ട്, അങ്ങനെയൊക്കെ ചോദിച്ചാൽ മാത്രം ഈ കാര്യങ്ങൾ പറഞ്ഞാൽ മതി. സിംപ്ലി ഫിക്സ് ലോസ് ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ ഇത്രയും വരെ ഡിഫൈൻ ചെയ്താൽ മതി. ഫസ്റ്റ് ലോ ഡിഫൈൻ ചെയ്യുക, ഇക്വേഷൻ എഴുതുക, സെക്കൻഡ് ലോന്റെ ഈ കേസസും ഫൈനൽ എക്സ്പ്രഷൻ വരെ എഴുതുക കേട്ടോ. സോ നൗ mathematical analysis of diffusion. So completely mathematical analysis ചെയ്യണമെങ്കിൽ we have to find the solution for that fixed loss. So in order to fully characterize diffusion, following parameters should be determined. ഇപ്പൊ നമ്മൾ ആ ഒരു ഫിക്സ്ഡ് ലോയും ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ വിത്ത് പൊസിഷൻ ഒക്കെ ജനറൽ ആയിട്ട് ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അതിന്റെ ഡിഫ്യൂഷനെ സ്റ്റഡി ചെയ്യണമെങ്കിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഡിറ്റർമിൻ ചെയ്യണം. അതിൽ ഫസ്റ്റ് വൺ, ഹൗ ഫാർ ഡോപ്പന്റ് ആറ്റംസ് ഗോ ഇൻസൈഡ് ദ സെമി കണ്ടക്ടർ. സോ നമ്മൾ ഇങ്ങനെ നേരത്തെ ഞാൻ പറഞ്ഞു നമ്മൾ എമിറ്റർ ബേസ് ജംഗ്ഷൻസ് ഒക്കെ ഫോം ചെയ്യാനാണ് ഡിഫ്യൂഷൻ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, ഇതുപോലൊരു എൻ റീജിയൻ ഞാൻ ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ ഹൗ ഫാർ ദ ഡോപ്പൻ ആറ്റംസ് ഗോ ഇൻസൈഡ് ദ സെമി കണ്ടക്ടർ. അപ്പൊ ഇൻസൈഡ് ദ സെമി കണ്ടക്ടർ എത്ര ഡിസ്റ്റൻസിലേക്ക് ഡോപ്പന്റ് ആറ്റംസ് നമുക്ക് ഡോപ്പ് ചെയ്യണം അല്ലെ. അപ്പൊ ആ കാര്യം നമുക്ക് കൺട്രോൾ ചെയ്യേണ്ടി വരും ഈ പ്രോസസ് ചെയ്യുന്ന സമയത്ത്. ഓരോന്നിനും ഓരോ മെഷർ ഉണ്ടാവും. കറക്റ്റ് ഇത്ര പൊസിഷനിലേക്ക് മാത്രം നമുക്ക് ഡോപ്പിംഗ് മതി എന്നൊക്കെയുള്ള മെഷേഴ്സ് ഉണ്ടാവും. അപ്പൊ നമുക്ക് അതൊക്കെ വെച്ചിട്ട് പ്രോസസ്സിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ എന്താണ് ആ എത്ര ഡിസ്റ്റൻസിലേക്ക് പോകുന്നുണ്ട് എന്നുള്ളതിന്റെ എക്സ്പ്രഷൻ അറിയണം അല്ലെ. അതേപോലെ ഡോപ്പിംഗ് പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത് ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ ആണ്. അതായത് ഓരോ പൊസിഷനിലുള്ള ഇംപ്യൂരിറ്റി. ചിലപ്പോൾ നമുക്ക് ചില കേസ് ഇതാണെങ്കിൽ എന്താ ഇവിടെ കംപ്ലീറ്റ് യൂണിഫോം ആയിട്ടുള്ള എന്താണ് ഡോപ്പിംഗ് വേണ്ടി വരും. പിന്നെ ചില കേസിനനുസരിച്ച് ഡോപ്പിംഗ് ഈ ഒരു ലോവറിലേക്ക് ഉള്ളിലേക്ക് കൂടുതലും മേലേക്ക് കുറവും വരാം, അല്ലെങ്കിൽ തിരിച്ചു വരാം. അപ്പൊ ഡോപ്പിംഗ് പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ ആ ഇംപ്യൂരിറ്റി ഡിസ്ട്രിബ്യൂഷൻ, എമൗണ്ട് ഓഫ് ഇംപ്യൂരിറ്റി നമ്മൾ ആഡ് ചെയ്യുന്ന ഇംപ്യൂരിറ്റിന്റെ ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ വിത്ത് റെസ്പെക്ട് ടു ഡിസ്റ്റൻസ്, അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ കോൺസെൻട്രേഷൻ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്, ദാറ്റ് ഈസ് ഡോപ്പിംഗ് പ്രൊഫൈൽ. ദെൻ കോൺസെൻട്രേഷൻ ഓഫ് ഇംപ്യൂരിറ്റി അറ്റ് ദ സർഫേസ്, ഈ സർഫേസിലുള്ള കോൺസെൻട്രേഷൻ. ദെൻ വേർ ദ ജംഗ്ഷൻ ഈസ് പ്രസന്റ്. ജംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോയിന്റിനാണ് പറയുന്നത്. അതായത് നമ്മുടെ നോർമൽ സെമി കണ്ടക്ടർ സബ്സ്ട്രേറ്റും ഈ ഒരു ഡോപ്പ് ചെയ്ത റീജിയനും തമ്മിലുള്ള ആ ഒരു ജംഗ്ഷൻ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാലേ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇതൊക്കെ അറിയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇതിന്റെയൊക്കെ ഇക്വേഷൻ അറിഞ്ഞാല് ഏതൊക്കെ പാരാമീറ്റേഴ്സ് എങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്താല് നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള എമൗണ്ട് ഓഫ് ഡോപ്പിംഗ് ആ റിക്വയർഡ് ആയിട്ടുള്ള അത്രയും ഡിസ്റ്റൻസിൽ ഓക്കെ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രോസസ്സ് കൺട്രോൾ ചെയ്തിട്ട് ഇംപ്യൂരിറ്റീസ് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനാണ് ഈ മാത്തമാറ്റിക്കൽ അനാലിസിസ് അറിയുന്നത്. ഓക്കെ, കാരണം നമുക്ക് ഈ ഒരു IC ഫാബ്രിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇനിഷ്യലി പറഞ്ഞു VLSI എന്ന് പറയുന്നത് തന്നെ തൗസൻഡ്സ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് ഒരു സിംഗിൾ വേഫറിനകത്ത് ഫാബ്രിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ തൗസൻഡ്സ് ഓഫ് ട്രാൻസിസ്റ്റർ ഒരു വേഫറിൽ ഫാബ്രിക്കേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഐസിന്റെ സൈസ് ഏകദേശം അറിയാലോ അല്ലെ. അപ്പൊ അതിനകത്ത് ഇത്രയും നമ്പർ ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഓരോ ട്രാൻസിസ്റ്റേഴ്സിന്റെ സൈസ് ഒന്ന് നിങ്ങൾക്ക് ആലോചിച്ച് നോക്കുക അല്ലെ. മൈക്രോ റേഞ്ചിലായിരിക്കും എല്ലാം വരിക, നമുക്ക് അത്രയും ചെറിയൊരു മെഷറിലാണ്. അപ്പൊ അങ്ങനെ വരുമ്പം ഓരോ അതിന്റെ എമിറ്റർ ബേസ് കളക്ടർ റീജിയൻ അല്ലെ, ഒരു ട്രാൻസിസ്റ്റർ എന്ന് പറയുമ്പോൾ എന്തായാലും ഒരു എമിറ്റർ ബേസ് കളക്ടർ റീജിയൻസ് വേണം. അപ്പൊ ആ ഓരോ റീജിയനും ഡോപ്പ് ചെയ്യുമ്പോൾ കറക്റ്റ് പൊസിഷനില് കറക്റ്റ് ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ ഒക്കെ ആയില്ലെങ്കിൽ എന്താവില്ല, അതൊരു ട്രാൻസിസ്റ്റർ ആയിട്ട് വർക്ക് ചെയ്യൂല. അപ്പൊ അങ്ങനെ തൗസൻഡ്സ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് ഒരു സിംഗിൾ വേഫറിൽ വരുമ്പം ഇതെന്തായിരിക്കണം, അത്രയും കൺട്രോൾഡ് ആയിട്ടുള്ള പ്രോസസ് ആണെങ്കിൽ മാത്രമേ എന്താവുള്ളൂ, പ്രോപ്പർ എമൗണ്ട് ഓഫ് ഇംപ്യൂരിറ്റീസ് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ അതിനുവേണ്ടി ഈ മാത്തമാറ്റിക്കൽ അനാലിസിസ് അപ്പൊ നമുക്ക് ഇനി ചെയ്യാനുള്ളത് ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിക്കണം. ഓക്കെ, എന്നാലാണ് ഇതിന്റെ അനാലിസിസ് കംപ്ലീറ്റ് ആവുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ ഫിക്സ് ലോന്റെ സൊല്യൂഷൻ അറിയെങ്കിൽ ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി അതിൽ തന്നെ വി ആർ കൺസിഡറിങ് 2 കേസസ്. ആ ഫിക്സ് ലോന്റെ സൊല്യൂഷൻ 2 കേസസിൽ കൺസിഡർ ചെയ്യുന്നുണ്ട്. അത് ഫസ്റ്റ് വൺ ഇസ് ഡിഫ്യൂഷൻ വിത്ത് കോൺസ്റ്റന്റ് സർഫസ് കോൺസെൻട്രേഷൻ. നോട്ട് ചെയ്യണേ, ഇത് ഫിക്സ് ലോസിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. അതിന്റെ സൊല്യൂഷൻ നമ്മൾ സൊല്യൂഷനായിട്ട് കണ്ടുപിടിക്കുന്ന നിങ്ങൾക്ക് സ്റ്റെപ്സ് ഇല്ല, കാരണം അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. നമുക്ക് ആ സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ അകത്തുനിന്ന് നേരത്തെ ഞാൻ പറഞ്ഞ പാരാമീറ്റേഴ്സ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ചെയ്യുന്നത്.
സോ ഫസ്റ്റ് നമ്മൾ 2 കേസസ് കൺസിഡർ ചെയ്യാണ്. അതിൽ ഫസ്റ്റ് കേസ് ഡിഫ്യൂഷൻ വിത്ത് കോൺസ്റ്റന്റ് സർഫസ് കോൺസെൻട്രേഷൻ ഓർ ഡിഫ്യൂഷൻ ഫ്രം ഇൻഫൈനൈറ്റ് സോഴ്സ് ഓർ പ്രീ ഡെപ്പോസിഷൻ. ഇത് ഓർക്കണം, ഇത് അങ്ങനെ തന്നെ ചിലപ്പോ ഈ ഒരു കണ്ടീഷനിൽ നിങ്ങളോട് ഏതെങ്കിലുമൊക്കെ നേരത്തെ പറഞ്ഞ ഏതെങ്കിലുമൊക്കെ പാരാമീറ്റേഴ്സ് എന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടി ചോദിക്കാറുണ്ട്. അപ്പൊ കേസ് നല്ല നീറ്റ് ആയിട്ട് ഓർക്കുക. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഡിഫ്യൂഷൻ വിത്ത് കോൺസ്റ്റന്റ് സർഫസ് കോൺസെൻട്രേഷൻ, ഓക്കെ, ഓർ ഡിഫ്യൂഷൻ ഫ്രം ഇൻഫൈനൈറ്റ് സോഴ്സ് ഓർ പ്രീ ഡെപ്പോസിഷൻ. ആ 3 പേര് ഓർക്കുക കേട്ടോ, ഏത് വേണമെങ്കിലും എക്സാമിന് വരാം. Here, impurity concentration at the semiconductor surface is maintained at a constant level throughout the process. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഡിഫ്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സെമി കണ്ടക്ടർ സർഫസ് ഇവിടെ ഉണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇംപ്യൂരിറ്റീസ് സപ്ലൈ ചെയ്യാൻ, ഇംപ്യൂരിറ്റീസ് സപ്ലൈ ചെയ്യുന്നു. അപ്പൊ ഇവിടെ ഡ്യൂ ടു കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഈ ഇംപ്യൂരിറ്റി കോൺസെൻട്രേഷൻ ഇതിന്റെ ഔട്ട് സൈഡിൽ ഹയർ ആയിരിക്കും, സെമി കണ്ടക്ടറിന്റെ ഇൻസൈഡ് എന്തായിരിക്കും, ലോ ആയിരിക്കും. സോ ആ ഒരു ഗ്രേഡിയന്റ് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഇംപ്യൂരിറ്റീസ് സെമി കണ്ടക്ടറിലേക്ക് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഫസ്റ്റ് കേസ് കൺസിഡർ ചെയ്യുന്നത് ഈ സപ്ലൈ ചെയ്യുന്ന ഇംപ്യൂരിറ്റി കോൺസെൻട്രേഷൻ കോൺസ്റ്റന്റ് സർഫസ് കോൺസെൻട്രേഷൻ ആണ്. ഓക്കെ, കോൺസ്റ്റന്റ് സർഫസ് കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത് ഇവിടെ എത്ര ഇംപ്യൂരിറ്റീസ് ഈ നമ്മുടെ സെമി കണ്ടക്ടറിനകത്തേക്ക് പോയി കഴിഞ്ഞാലും സർഫസിൽ കോൺസെൻട്രേഷൻ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കണം. എന്ന് വെച്ചാൽ എന്താണ്, അതാണ് അടുത്തൊരു പേര് നമ്മൾ പറയാനുള്ള റീസൺ, ഇൻഫൈനൈറ്റ് സോഴ്സ് എന്ന് വെച്ചാൽ ഇംപ്യൂരിറ്റീസ് കണ്ടിന്യൂസ് ആയിട്ട് സപ്ലൈ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഓക്കെ, അതായത് സർഫസിലുള്ള ഇംപ്യൂരിറ്റീസ് എന്ത് ചെയ്യും, നമ്മളെ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിന്റെ റിസൾട്ട് ആയിട്ട് ഇംപ്യൂരിറ്റീസ് എങ്ങോട്ട് പോകും, ഈ ഒരു സിലിക്കണിന്റെ ഇൻസൈഡിലേക്ക് അല്ലെ വേഫറിന്റെ ഇൻസൈഡിലേക്ക് പോകും. ഇപ്പൊ നോർമലി അങ്ങനെ പോകുമ്പോൾ എന്താവും, നമ്മളെ ഇംപ്യൂരിറ്റീസ് ആ സർഫസിലുള്ള ഇംപ്യൂരിറ്റി എന്താവും, റെഡ്യൂസ് ചെയ്യും, എമൗണ്ട് റെഡ്യൂസ് ചെയ്യുമല്ലോ. ബട്ട് ആ റെഡ്യൂസ് ചെയ്യുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് അങ്ങനെ റെഡ്യൂസ് ചെയ്യാതെ എപ്പോഴും ഒരു കോൺസ്റ്റന്റ് വാല്യൂ ഓഫ് ഇംപ്യൂരിറ്റി കോൺസെൻട്രേഷൻ എവിടെ ഉണ്ടാവും, സർഫസിൽ ഉണ്ടാവും. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, എപ്പോഴും ഫുൾ എന്ത് ചെയ്യേണ്ടി വരും, ഈ ഒരു ഇംപ്യൂരിറ്റി സപ്ലൈ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഇൻഫൈനൈറ്റ് സോഴ്സ് എന്ന് പറയുന്നത്. അതായത് ഇംപ്യൂരിറ്റി സോഴ്സ് എന്താവുന്നില്ല, നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നില്ല, അത് ഇൻഫൈനൈറ്റ് ആയിട്ട് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെ ഇൻഫൈനൈറ്റ് സപ്ലൈ ചെയ്യുന്നതുകൊണ്ടാണ് സർഫസ് കോൺസെൻട്രേഷൻ എപ്പോഴും എന്താവുന്നത്, കോൺസ്റ്റന്റ് ആവുന്നത്. കാരണം സർഫസിന് ഈ നമ്മുടെ വേഫറിന്റെ ഇൻസൈഡിലേക്ക് ഇംപ്യൂരിറ്റീസ് മൂവ് ചെയ്ത് കഴിഞ്ഞാലും എന്താണ്, നോർമൽ കേസ് ആണെങ്കിൽ നമുക്ക് പറയാം നമ്മളിപ്പം ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ഇംപ്യൂരിറ്റി മാത്രമേ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുള്ളൂ, പിന്നെ സപ്ലൈ ചെയ്യുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും, ഇംപ്യൂരിറ്റീസ് നമ്മുടെ ഡോപ്പന്റ് എലമെന്റ്സ് സെമി കണ്ടക്ടർ വേഫറിലേക്ക് പോകുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് സർഫസിലുള്ള കോൺസെൻട്രേഷൻ എന്താവും, കുറഞ്ഞു കുറഞ്ഞു വരുമല്ലോ. അപ്പൊ അതില്ലാതെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻഫൈനൈറ്റ് ആയിട്ട് സപ്ലൈ പ്രൊവൈഡ് ചെയ്യാണ്. അതുകൊണ്ടാണ് ഇതിന് എന്ത് പറയുന്നത്, ഡിഫ്യൂഷൻ ഫ്രം ഇൻഫൈനൈറ്റ് സോഴ്സ് ഓർ വി ക്യാൻ സേ, അങ്ങനെ ഇൻഫൈനൈറ്റ് ആയിട്ട് നമ്മൾ ഫുൾ ടൈം സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുവാണെങ്കിൽ എന്താണ്, കോൺസ്റ്റന്റ് ആയിട്ട് സർഫസ് കോൺസെൻട്രേഷൻ ഓൾവേസ് കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അതാണ് കണ്ടീഷൻ, ഡിഫ്യൂഷൻ വിത്ത് കോൺസ്റ്റന്റ് സർഫസ് കോൺസെൻട്രേഷൻ ഓർ ഡിഫ്യൂഷൻ ഫ്രം ഇൻഫൈനൈറ്റ് സോഴ്സ് ഓർ അതർവൈസ് ഇറ്റ് ഈസ് കോൾഡ് ആസ് പ്രീ ഡെപ്പോസിഷൻ. ഓക്കെ, സോ ഇതിന്റെ അകത്ത് ചെയ്യുന്ന കാര്യം, നമ്മൾ ഈ ഒരു കേസിൽ ഉണ്ടാവുന്ന ബൗണ്ടറി കണ്ടീഷൻസും ഇനീഷ്യൽ കണ്ടീഷൻസും അസ്യൂം ചെയ്തിട്ട് ഫിക്സ്ഡ് ആൻഡ് സൊല്യൂഷൻ എഴുതുവാണ്. ഇത് വെച്ചിട്ട് ആ നമ്മൾ നേരത്തെ കണ്ട സെക്കൻഡ് ഓർഡർ ഫിക്സ് സെക്കൻഡ് ലോ ഉണ്ടല്ലോ, അതിന്റെ ഇക്വേഷൻ അല്ലെ, സെക്കൻഡ് ഓർഡറുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അപ്പൊ അത് സോൾവ് ചെയ്യുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, അതായത് ബിയോണ്ട് നിങ്ങളുടെ സിലബസിന്റെ ഔട്ട്സൈഡ് വരുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ സ്റ്റെപ്സ് വേണ്ട, നിങ്ങൾ ഈ ബൗണ്ടറി കണ്ടീഷൻസും ഇനീഷ്യൽ കണ്ടീഷൻസും വെച്ച് കിട്ടുന്ന സൊല്യൂഷൻ ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, സോ വി ആർ കൺസിഡറിങ് ദ ബൗണ്ടറി കണ്ടീഷൻസ്. ബൗണ്ടറി കണ്ടീഷൻസ് എന്താണെന്ന് വെച്ചാൽ, വൺ ഇസ് സി ഓഫ് 0, ടി. സി ഓഫ് 0, ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ജനറലി നമ്മുടെ സി ഓഫ് എക്സ്, ടി ഇതിനാണ് പറയുന്നത്. സി ഓഫ് 0, ടി എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് ഈക്വൽ ടു 0 എന്നുള്ള കണ്ടീഷൻ. അതാണ് ഒരു ബൗണ്ടറി കണ്ടീഷൻ ആയിട്ട് എടുക്കുന്നത്. ദാറ്റ് ഈസ് വെൻ എക്സ് ഈക്വൽ ടു 0. എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എക്സ് എന്ന് പറയുന്നത് ഡിഫ്യൂഷന്റെ ഡയറക്ഷൻ ആണ്. ഓക്കെ, അപ്പൊ എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഈ സർഫസ് ആണ്, ഇതാണ് നമ്മുടെ ഡിഫ്യൂഷൻ ഡയറക്ഷൻ അല്ലെ. അപ്പൊ എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സർഫസ്. സോ ബൗണ്ടറി കണ്ടീഷനിൽ ഒന്ന് അസ്യൂം ചെയ്യുന്ന കോൺസെൻട്രേഷൻ അറ്റ് ദ സർഫസ്, ദാറ്റ് ഈസ് സി ഓഫ് 0, ടി. സോ ടി എന്ന് പറഞ്ഞാൽ ടി വാരി ചെയ്യാം, അതായത് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ലെറ്റ് ടി ഈക്വൽ ടു 0 സെക്കൻഡ്സ് സ്റ്റാർട്ട് ചെയ്ത് ഒരു 100 സെക്കൻഡ്സ് അല്ലെങ്കിൽ ഒരു 1 അവർ ഈ പ്രോസസ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ്, T0 to ആ 1 hour വരെ നമുക്ക് എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ബട്ട് അറ്റ് ദാറ്റ് ഓൾ ടൈം അറ്റ് സർഫസ്, ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ റെപ്രസെന്റ് ചെയ്യുന്നത് സർഫസിലാണ്. അപ്പൊ ടൈം എത്ര ചേഞ്ച് ചെയ്താലും സർഫസിൽ എന്താണ്, കോൺസെൻട്രേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കോൺസ്റ്റന്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ.
അതാണ് പറഞ്ഞത് കോൺസ്റ്റന്റ് സർഫസ് കോൺസെൻട്രേഷൻ ആണ്. സോ വി ക്യാൻ ടേക്ക് C of 0, T as CS. CS means concentration of dopant at the surface. Okay, concentration of dopant at the surface. അതിന് സോളിഡ് സൊല്യൂബിലിറ്റി ലിമിറ്റ് എന്ന് പറയും. ഓക്കെ, നിങ്ങൾ ഇത്രയും കാര്യം ഓർമ്മിക്കുക. നമ്മുടെ ബൗണ്ടറി കണ്ടീഷന്റെ ഫസ്റ്റ് C of 0, T എന്ന് പറഞ്ഞാൽ x equal to 0. x equal to 0 എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു സർഫസ് ആണ് മീൻ ചെയ്യുന്നത്. സോ ഏത് ടൈമിലായാലും സർഫസിലുള്ള കോൺസെൻട്രേഷൻ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. സോ വി ക്യാൻ ടേക്ക് C of 0, T is equal to CS. Okay, then next boundary condition C of infinity, T ആണ്. ഇൻഫിനിറ്റി, T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡയറക്ഷനിലേക്ക് നമ്മൾ 0 സ്റ്റാർട്ട് ചെയ്ത് ഇൻഫിനിറ്റിയിലോട്ട് എന്ന് പറയുമ്പോൾ ഈ ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. അപ്പൊ ഇൻഫിനിറ്റിയിൽ എന്ന് പറയുമ്പോൾ ആ വേഫറിന്റെ ഇൻസൈഡ്, ഓക്കെ, ഇൻസൈഡിൽ കുറെ ഡെപ്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ എന്തായിരിക്കും? കോൺസെൻട്രേഷൻ വിൽ ബി 0. ഓക്കെ, കാരണം നമ്മൾ എന്തായാലും ഇതിന്റെ കംപ്ലീറ്റ് ഡിസ്റ്റൻസിലേക്ക് ഡോപ്പിംഗ് ചെയ്യൂല. ഒരു പെർട്ടിക്കുലർ ഡെപ്ത് വരെ മാത്രമേ എന്തുണ്ടാവുള്ളൂ? ഡോപ്പിംഗ് ചെയ്യുള്ളൂ. സോ അറ്റ് an infinite distance from the surface, concentration will be 0. Okay, that are the boundary conditions we are considering. And the initial condition means before diffusion starts. Okay, concentration of impurity before diffusion, that is C of x, 0, that is T equal to 0 എന്നുള്ളതാണ് നമ്മുടെ ഇനീഷ്യൽ കണ്ടീഷൻ. നമ്മുടെ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഉള്ള ടൈം. Okay, that is T equal to 0. When T equal to 0, C of x, 0 equal to 0. So by assuming these boundary conditions and initial conditions, നമുക്ക് എന്ത് ചെയ്യാം? നേരത്തെ പറഞ്ഞ നമ്മുടെ ഫിക്സ് സെക്കൻഡ് ലോ പറഞ്ഞ ഇക്വേഷൻ ഉണ്ടല്ലോ, ആ ഇക്വേഷന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, അത് എങ്ങനെ സൊല്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ള കാര്യം കുറച്ചധികം കോംപ്ലിക്കേറ്റഡ് ആണ്. നിങ്ങളുടെ സിലബസിനകത്ത് ഇത് അത്രയും ഇൻക്ലൂഡഡ് അല്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ സൊല്യൂഷൻ, ഈ ബൗണ്ടറി കണ്ടീഷനും ഇനീഷ്യൽ കണ്ടീഷനും ഓർക്കുക. ദെൻ സൊല്യൂഷൻ. So solution for fixed law under this condition is given by C of x, T equal to CS into complementary error function of x by 2 root dt. Okay, so this is the solution for fixed law under the above stated boundary and initial conditions. Okay, ഇതില് ഈ കോംപ്ലിമെന്ററി എറർ ഫംഗ്ഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഓക്കെ, ഒരു മിനിറ്റ്, ഇതിന്റെ ടേംസും കൂടെ എഴുതിക്കോ, എന്നിട്ട് പറയാം. എക്സ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആണ് in centimeters, and d is the diffusivity constant. And T is the time for diffusion in seconds. Okay, അപ്പൊ ഇതില് CS എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തതാണ്. CS എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് ഡോപ്പൻ അറ്റ് ദ സർഫസ്. ഓക്കെ, CS എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് സർഫസിലുള്ള കോൺസെൻട്രേഷൻ ആണ്. അത് ഓൾവേസ് കോൺസ്റ്റന്റ് ആയിരിക്കും. ദെൻ നിങ്ങൾക്ക് അറിയാത്തൊരു ടേം തന്നെ ഈ കോംപ്ലിമെന്ററി എറർ ഫംഗ്ഷൻ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ എറർ ഫംഗ്ഷൻ കേട്ടിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾ കമ്മ്യൂണിക്കേഷനിൽ, ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനിൽ അങ്ങനെ എന്തായാലും പഠിക്കുമായിരിക്കും. ഇപ്പൊ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക. നിങ്ങൾ ഗോസിയൻ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ കേട്ടിട്ടില്ലേ? ഗോസിയൻ ഡിസ്ട്രിബ്യൂഷൻ കേട്ടിട്ടില്ലേ? അപ്പൊ അതേപോലെ നമ്മളൊരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ആണ് ഈ എറർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എറർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാല് ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതിന്റെ ഇക്വേഷൻ ഒരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ആണ്. നമുക്ക് അതിന്റെ ഡെപ്ത് ആയിട്ടൊന്നും പഠിക്കാനില്ല, ഇതിൽ വരുന്ന ഒരു കാര്യമുള്ളൂ. അതുകൊണ്ട് നിങ്ങളിപ്പം ഇത്രയും കാര്യങ്ങൾ മാത്രം ഓർക്കുക. എറർ ഫംഗ്ഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്: 2/√π into integral 0 to x exponential of minus z square dz. ഇതാണ് എറർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഫംഗ്ഷൻ, ഈ ഒരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷനെയാണ് എന്ത്? എറർ ഫംഗ്ഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത്. ഇനി നമ്മളിവിടെ ഇത് ERF ആണ്. ERFC എന്ന് പറഞ്ഞാൽ കോംപ്ലിമെന്ററി എറർ ഫംഗ്ഷൻ ആണ്. അത് ആക്ച്വലി കോംപ്ലിമെന്ററി എറർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 1 മൈനസ് എറർ ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്. അത് ജസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി മാത്രം എഴുതി വെക്കുക. അതൊന്നും നിങ്ങൾക്ക്
എക്സാമിന് നമുക്ക് ഈ ഡെറിവേഷൻ ഇതൊന്നും ആവശ്യമില്ല കേട്ടോ. എറർ ഫംഗ്ഷൻ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓൾറെഡി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അത് വേണ്ട, നമുക്ക് ഈ ഇക്വേഷൻ നിങ്ങൾ പഠിക്കുക, ഈ സൊല്യൂഷൻ പഠിക്കുക. എന്താ സി ഓഫ് എക്സ് കോമ ടി is equal to CS into error function of കോംപ്ലിമെന്ററി എറർ ഫംഗ്ഷൻ ഓഫ് എക്സ് ബൈ 2 റൂട്ട് ഡി ടി. അപ്പൊ ഇതിലെ കോംപ്ലിമെന്ററി എറർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി 1 മൈനസ് എറർ ഫംഗ്ഷൻ ആണ്. എറർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആസ് 2 by root pi into 0 to integral 0 to x exponential of minus z square dz. ആ ഒരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ആണ് ഇത് കോംപ്ലിമെന്ററി എറർ ഫംഗ്ഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ ഇത് നമ്മൾ അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് എന്തായാലും ഇതിന്റെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രൊസീജിയർ ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ സൊല്യൂഷൻ മാത്രം ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, നൗ ഈ കോംപ്ലിമെന്ററി എറർ ഫംഗ്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ ഈ ഒരു ഇക്വേഷന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ ഈ സി ഓഫ് എക്സ് ടി is equal to CS into എറർ ഫംഗ്ഷൻ ഓഫ് എക്സ് ബൈ 2 റൂട്ട് ഡി ടി, ഈ ഒരു എക്സ്പ്രഷന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഈ സി പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ, അതായത് ഈ സി ഓഫ് എക്സ് കൊമ ടീന് വിത്ത് റെസ്പെക്ട് ടു എക്സ്, അതായത് ഡെപ്ത് എന്ന് വെച്ചാൽ നമ്മുടെ ഈ സർഫസിന് ഈ പറയുന്ന ഈ സർഫസിനകത്ത് ഈ ഇൻസൈഡ് ദ സെമി കണ്ടക്ടർ പോകുന്ന സമയത്തുള്ള കോൺസെൻട്രേഷൻ. ഓക്കെ, അപ്പൊ വൈ ആക്സിസിൽ കോൺസെൻട്രേഷനും എക്സ് ആക്സിസിൽ ഡെപ്തും. ഡെപ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർഫസ് ടു ഇൻസൈഡ് ഇങ്ങോട്ടേക്കുള്ള ഡിഫ്യൂഷന്റെ ഡയറക്ഷനിലുള്ള ഡെപ്ത് ആണ് എക്സ്, ഡിസ്റ്റൻസ് ആണ് എക്സ് എന്ന് പറയുന്നത്. സോ വിത്ത് റെസ്പെക്ട് ടു എക്സ് കോൺസെൻട്രേഷൻ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെയാണ് ആ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ഗ്രാഫ് കിട്ടുക. ഇത് മീൻ ചെയ്യുന്നത് T1 എന്ന് പറഞ്ഞ ടൈമിൽ. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാനിപ്പം ഈ ഒരു 1 അവർ ഞാൻ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് ചെയ്യാന്ന് വെച്ചു. അപ്പൊ 1 അവർ ചെയ്യുമ്പോൾ ഞാൻ ആദ്യം ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞപ്പം ഈ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ 10 മിനിറ്റ്സ് കഴിഞ്ഞപ്പം പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് എക്സും കോൺസെൻട്രേഷൻ തമ്മിലുള്ള ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഇനീഷ്യലി CS ആയിരിക്കും കോൺസെൻട്രേഷൻ. അവിടെ നിന്ന് എന്ത് ചെയ്യും, സർഫസ് തൊട്ടിട്ട് കോൺസെൻട്രേഷൻ ഇൻസൈഡിലേക്ക് പോകുന്നതിനനുസരിച്ചിട്ട് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇവിടെ കോൺസെൻട്രേഷൻ CS. ഓക്കെ, അപ്പൊ ഇൻസൈഡ് എക്സ് ഇങ്ങനെ മൂവ് ചെയ്യുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യും, കോൺസെൻട്രേഷൻ റെഡ്യൂസ് ചെയ്ത് വരും. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് T2 എന്ന് പറഞ്ഞൊരു ടൈം T1നെക്കാട്ടിയും ഗ്രേറ്റർ ആയിട്ടുള്ള ടൈമാണ് കൺസിഡർ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 20 മിനിറ്റ്സ് കഴിഞ്ഞാൽ പ്രോസസ് സ്റ്റാർട്ട് ചെയ്ത് 20 മിനിറ്റ്സ് കഴിഞ്ഞാലാണ് ഞാൻ പ്ലോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോഴും എന്തായിരിക്കും, സർഫസ് കോൺസെൻട്രേഷൻ കോൺസ്റ്റന്റ് ആയിരിക്കും. ദെൻ ഇൻസൈഡ് പോകുമ്പോഴേക്കും എന്ത് ചെയ്യും, ഡെപ്ത് കുറഞ്ഞു വരും, പക്ഷേങ്കിൽ കോൺസെൻട്രേഷൻ കുറഞ്ഞു വരും. ഓക്കെ, പിന്നെ അതേപോലെ നെക്സ്റ്റ് T3 എന്ന് പറഞ്ഞ ടൈം അതിനെക്കാട്ടിയും ഗ്രേറ്റർ ആയിട്ടുള്ള ടൈം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സ്റ്റിൽ എന്തായിരിക്കും, സർഫസ് കോൺസെൻട്രേഷൻ എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. അതാണ് നമ്മൾ ഈ പ്രൊഫൈലിന് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം. നേരത്തെ പറഞ്ഞു കോൺസ്റ്റന്റ് സർഫസ് കോൺസെൻട്രേഷൻ ആണ്. അപ്പൊ നിങ്ങൾ ഏത് ടൈമിൽ നോക്കിക്കഴിഞ്ഞാലും എന്തായിരിക്കും, സ്റ്റാർട്ടിങ് അതായത് സർഫസ് കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോയിന്റിലുള്ളത് എപ്പോഴും എന്തായിരിക്കും, ഓൾവേസ് ഇറ്റ് വിൽ ബി CS. ദെൻ എന്താണ് ഡെപ്തിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ കോൺസെൻട്രേഷൻ റെഡ്യൂസ് ചെയ്ത് വരും. ഓക്കെ, ദാറ്റ് ഈസ് വെൻ എക്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ നമ്മുടെ കോംപ്ലിമെന്ററി എറർ ഫംഗ്ഷന്റെ വാല്യൂ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ ഉണ്ടല്ലോ, അതിൽ വെൻ എക്സ് ഈക്വൽ ടു 0 കോംപ്ലിമെന്ററി എറർ ഫംഗ്ഷന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, വെൻ എക്സ് ഈക്വൽ ടു 0 കോംപ്ലിമെന്ററി എറർ ഫംഗ്ഷൻ ഈക്വൽ ടു 1. നിങ്ങൾ ഈ വാല്യൂ നമ്മുടെ സൊല്യൂഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെ, സൊല്യൂഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും, സി ഓഫ് എക്സ് കൊമ ടി is equal to CS എന്ന് കിട്ടും അല്ലെ. എക്സിന് 0 പുട്ട് ചെയ്യുക. അപ്പൊ എന്താണ്, എക്സിന് 0 പുട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി നമ്മുടെ ഇക്വേഷൻ എന്ത് വരും, ഈ ഇക്വേഷന്റെ അകത്ത് നിങ്ങൾ എക്സിന് 0 പുട്ട് ചെയ്യാണ്, സി ഓഫ് 0 കൊമ ടി. അങ്ങനെയാണെങ്കിൽ എന്ത് കിട്ടും, CS ഇൻറ്റു എറർ ഫംഗ്ഷൻ ഓഫ് 0 എന്ന് വരും അല്ലെ. അതായത് വെൻ എക്സ് ഈക്വൽ ടു 0 ഉള്ള എറർ ഫംഗ്ഷൻ, അതാണ് എറർ ഫംഗ്ഷൻ ഓഫ് 0 എന്ന് പറയുന്നത്. കോംപ്ലിമെന്ററി എറർ ഫംഗ്ഷൻ ഓഫ് 0 വരും. ദാറ്റ് വാല്യൂ is equal to 1. അപ്പൊ എന്താവും, ഈ വാല്യൂ 1 ആവും. സോ സി ഓഫ് 0 കൊമ ടി is equal to CS ആയിരിക്കും. അപ്പൊ അതാണ് പറഞ്ഞത് വെൻ എക്സ് ഈക്വൽ ടു 0. അപ്പൊ നമ്മുടെ ഈ ഗ്രാഫിൽ വെൻ എക്സ് ഈക്വൽ ടു 0 ഈ ഒരു പോയിന്റിൽ ഓൾവേസ് ദി സി ഓഫ് 0 കൊമ ടി is equal to CS. ഓക്കെ, അപ്പൊ ഏത് ടൈം ഇൻസ്റ്റന്റിലും നിങ്ങൾ ഡിസ്റ്റൻസും കോൺസെൻട്രേഷനും ആയിട്ടുള്ള ഗ്രാഫ് പ്ലോട്ട് ചെയ്താലും സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ത് തന്നെയായിരിക്കും, സ്റ്റാർട്ടിംഗ് കോൺസെൻട്രേഷൻ സർഫസ് കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും, ഇറ്റ് വിൽ ബി CS. ഓക്കെ, പ്രൊഫൈൽ നോട്ട് ചെയ്യണേ, ഇതും കൂടെ ഇമ്പോർട്ടന്റ് ആണ്. സോ വി ക്യാൻ സേ ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഡ്യൂറേഷൻ during which diffusion is carried out, all the curve starts at CS. Okay, that is surface concentration is always constant. അതാണ് ഈ കേസ്. ഇനി ഈ കേസിൽ
ഈ കേസിൽ നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ നമ്മളിപ്പോ ഫിക്സിന്റെ സൊല്യൂഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ആ ജംഗ്ഷൻ ഡെപ്ത്, ഇമ്പ്യൂരിറ്റി കോൺസെൻട്രേഷൻ ഇതുപോലുള്ള കുറച്ച് പാരാമീറ്റേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു ഇക്വേഷൻ്റെ അകത്ത് നമുക്കിനി ബാക്കിയുള്ള കാൽക്കുലേറ്റ് ചെയ്യേണ്ട പാരാമീറ്റേഴ്സ്. ഫസ്റ്റ് വൺ ഈസ് ടോട്ടൽ എമൗണ്ട് ഓഫ് ഇമ്പ്യൂരിറ്റി. ടോട്ടൽ എമൗണ്ട് ഓഫ് ഇമ്പ്യൂരിറ്റി. ഓക്കെ, ടോട്ടൽ എമൗണ്ട് ഓഫ് ഇമ്പ്യൂരിറ്റി അതായത് നമ്മൾ ഇൻഫൈനൈറ്റ് ആയിട്ട് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് സർഫസ് കോൺസെൻട്രേഷൻ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമ്മൾ ഡോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ഇമ്പ്യൂരിറ്റീസ് കൺസ്യൂം ചെയ്തു, അതാണ് ടോട്ടൽ എമൗണ്ട് ഓഫ് ഇമ്പ്യൂരിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ ഈ പ്രോസസ്സിൽ, ഡിഫ്യൂഷൻ പ്രോസസ്സിൽ കൺസ്യൂം ചെയ്ത ഇമ്പ്യൂരിറ്റി, അതാണ് ടോട്ടൽ എമൗണ്ട് ഓഫ് ഇമ്പ്യൂരിറ്റി. സോ നമ്മൾ സെമി കണ്ടക്ടറിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത എമൗണ്ട് ഓഫ് ഇമ്പ്യൂരിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ക്യാൻ കൺസിഡർ ദ ഏരിയ അണ്ടർ ദ കേർവ്. നമ്മൾ നേരത്തെ ഒരു ഗ്രാഫ് വരച്ചില്ലേ പ്രൊഫൈല്, അതിൽ ഏരിയ അണ്ടർ ദ കേർവ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഗെറ്റ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് ഇമ്പ്യൂരിറ്റീസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ദ സെമി കണ്ടക്ടർ. ഓക്കെ, ഇപ്പൊ നേരത്തെ വരച്ച ഡോപ്പിംഗ് പ്രൊഫൈലുള്ള ഏരിയ അണ്ടർ ദ കേർവ് വിൽ ഗിവ് ടോട്ടൽ എമൗണ്ട് ഓഫ് ഇമ്പ്യൂരിറ്റി. അപ്പൊ ഇതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻഫിനിറ്റ് ആയിട്ട് ഇമ്പ്യൂരിറ്റി സപ്ലൈ ചെയ്യുന്നുണ്ട്. ബട്ട് അതിനകത്ത് ഡോപ്പ് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിഫ്യൂസ് ചെയ്തിട്ട് നമ്മുടെ സെമി കണ്ടക്ടറിലേക്ക് വരുന്ന പോർഷൻസ് മാത്രം, അത്രയും ഇമ്പ്യൂരിറ്റീസ് മാത്രം എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മൾ ഡോപ്പിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ആ ടോട്ടൽ എമൗണ്ട് ഓഫ് ഇമ്പ്യൂരിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഇപ്പൊ വരച്ച ഗ്രാഫിന്റെ അതായത് എക്സും സിയും ഉള്ള ആ ഒരു ഗ്രാഫിന്റെ ഏരിയ അണ്ടർ ദ കർവ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ടോട്ടൽ എമൗണ്ട് ഓഫ് ഇമ്പ്യൂരിറ്റി. സോ ഇറ്റ് ഈസ് ഗിവൺ ബൈ Q is equal to integral 0 to infinity C of x comma d t dx. Okay, so ഈ ഒരു ഏരിയ അണ്ടർ ദ കർവ് കാണാൻ വേണ്ടി എന്ത് ചെയ്യും, നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. Okay, so 0 to infinity C of x t dx. It is equal to integral 0 to infinity C of x t ക്ക് നമ്മുടെ സൊല്യൂഷനിലുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. That is CS into complementary error function of x by 2 into root dt dx. Okay, now in order to perform the integration, put z is equal to x by 2 root dt. Okay, അതായത് ഈ കോംപ്ലിമെന്ററി എറർ ഫംഗ്ഷന്റെ ബ്രാക്കറ്റിലുള്ള വേരിയബിളിന് എന്ത് ചെയ്യുക, z എന്ന് നോട്ട് ചെയ്യുക. Then find dz by dx. dz by dx equal to എന്താ, വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 1 by 2 root dt കോൺസ്റ്റന്റ് ആണ് അല്ലെ, എക്സിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും, ഇറ്റ് വിൽ ബി 1. ഓക്കെ, സോ ദെൻ dz equal to എന്ത് എഴുതാ, dx divided by 2 root dt. ഓർ നമുക്കിനി നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം കംപ്ലീറ്റ് സെറ്റിലോട്ട് മാറ്റുകയെന്ന്. ഓക്കെ, സോ ഫ്രം ദിസ് dx is equal to 2 into root dt into dz. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ലിമിറ്റിൽ ചേഞ്ച് ഒന്നുമില്ല, ബിക്കോസ് എന്താണ്, സെഡ് എക്സ് 0 ആണെങ്കിൽ എന്തായിരിക്കും, സെഡും 0 ആയിരിക്കും. എക്സ് ഇൻഫിനിറ്റി ആണെങ്കിൽ സെഡും ഇൻഫിനിറ്റി ആയിരിക്കും അല്ലെ. ഇവിടെ നമ്മൾ എക്സിന്റെ ഉള്ളത് ലിമിറ്റ്, എക്സ് 0 ആണെങ്കിൽ സെഡ് 0 ആയിരിക്കും, എക്സ് ഇൻഫിനിറ്റി ആണെങ്കിൽ സെഡ് ഇൻഫിനിറ്റി ആയിരിക്കും. സോ ലിമിറ്റ് ചേഞ്ച് ചെയ്യുന്നില്ല, ലിമിറ്റ് 0 to infinity. ദെൻ സി എസ് ഇൻറ്റു എന്ത് വരും, കോംപ്ലിമെന്ററി എറർ ഫംഗ്ഷൻ ഓഫ് സെഡ് അല്ലെ, ആ വേരിയബിളിനാണ് സെഡ് കൊടുത്തത്. ദെൻ ഡി എക്സിന് പകരം എന്ത് എഴുതാം, 2 into root dt dz. ഓക്കെ, ഇനി ഈ ഇന്റഗ്രേഷന്റെ വാല്യൂ, ഈ ഇന്റഗ്രേഷനിൽ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ടേംസ് എല്ലാം പുറത്തേക്ക് എടുക്കുക. സി എസ് ഇൻറ്റു 2 into root dt. ഓക്കെ, 2 into CS into root dt കോമൺ ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് കോൺസ്റ്റന്റ് ആണ്. 0 to infinity കോംപ്ലിമെന്ററി എറർ ഫംഗ്ഷൻ ഓഫ് സെഡ് dz എന്ന് കിട്ടും. ഓക്കെ, ഈ വാല്യൂ അതായത് ഈ ഇന്റഗ്രേഷന്റെ വാല്യൂ 0 to infinity കോംപ്ലിമെന്ററി എറർ ഫംഗ്ഷൻ ഓഫ് സെഡ് dz എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 1 by root pi. ഓക്കെ, ആ ഇക്വേഷൻ ഒന്ന് ഓർക്കുക. 0 to infinity കോംപ്ലിമെന്ററി എറർ ഫംഗ്ഷൻ ഓഫ് സെഡ് dz എന്ന് പറഞ്ഞാൽ അതിന്റെ വാല്യൂ 1 by root pi ആണ്. ഓക്കെ, so substitute that value 2 into CS into root dt into 1 by root pi. അതൊന്ന് നോട്ട് ചെയ്തോട്ടെ, ഈ ഒരു ഇന്റഗ്രലിന്റെ വാല്യൂ ആണ് 1 by root pi. ഓക്കെ, സോ 2 into CS into root dt into 1 by pi. നമുക്ക് ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്താൽ, സോ ടോട്ടൽ എമൗണ്ട് ഓഫ് ഇമ്പ്യൂരിറ്റി Q is equal to
2 into CS into root of dt divided by pi. അതായത് റൂട്ടിനെ മുഴുവൻ ഒരുമിച്ച് എടുത്തു. So this is the total amount of impurity in this case. ഓർക്കണം, ഇത് നമ്മൾ ഫസ്റ്റ് കേസ് ആണ് കൺസിഡർ ചെയ്തത്. ഡിഫ്യൂഷൻ ഫ്രം കോൺസ്റ്റന്റ് സർഫസ് കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ആ ഇൻഫൈനൈറ്റ് സോഴ്സ് അല്ലെങ്കിൽ പ്രീ ഡെപ്പോസിഷന്റെ കേസിൽ എന്താ സർഫസ് കോൺസെൻട്രേഷൻ കോൺസ്റ്റന്റ് ആണ് എന്ന് വെച്ചാൽ സപ്ലൈ ഇൻഫൈനൈറ്റ് ആണ്. സോ നമ്മൾ വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ ഇംപ്യൂരിറ്റി ദാറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ദ സെമി കണ്ടക്ടർ. നമ്മുടെ സെമി കണ്ടക്ടർ മെറ്റീരിയലിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇംപ്യൂരിറ്റിയുടെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യണം. ഫോർ ദാറ്റ് വി ആർ ഡൂയിങ് ദിസ്. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി എന്താ ചെയ്തത്, ആ നമ്മുടെ സി എക്സ് ആ ഗ്രാഫിലുള്ള ഏരിയ അണ്ടർ ദ കർവ് കാൽക്കുലേറ്റ് ചെയ്തു. ഫ്രം ദാറ്റ് യു ക്യാൻ ഒബ്റ്റെയിൻ ദ എക്സ്പ്രഷൻ ഫോർ ടോട്ടൽ എമൗണ്ട് ഓഫ് ഇംപ്യൂരിറ്റി. ഓക്കെ, ദെൻ ഈ ഒരു കേസിലുള്ള അടുത്തൊരു നെക്സ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു കാര്യം അതും കൂടെ പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ എത്തി, അങ്ങനെയാണെങ്കിൽ കേസ് കംപ്ലീറ്റ് ആവും. ഓക്കെ, സോ നെക്സ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട വേറൊരു പാരാമീറ്റർ എന്ന് പറയുന്നത് ജംഗ്ഷൻ ഡെപ്ത് ആണ്. ഓക്കെ, ജംഗ്ഷൻ ഡെപ്ത് എക്സ് ജെ വെച്ച് റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, സോ ജംഗ്ഷൻ ഡെപ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡെപ്ത് ഓഫ് ഡിഫ്യൂഷൻ എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു പെർട്ടിക്കുലർ ഓക്കെ ഈ ഡിസ്റ്റൻസ് ആണ് എന്ത് പറയുന്നത് എക്സ് ജെ എന്ന് പറയുന്നത്. ഇപ്പൊ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഈ ഒരു പോയിന്റ് ആണ്. അതായത് നമ്മുടെ ഡോപ്പ് ചെയ്ത ഏരിയയും നമ്മുടെ നോർമലി ഉള്ള വേഫറും തമ്മിൽ ഉള്ള ആ ഒരു ഇന്റർഫേസ്, അതാണ് ആക്ച്വലി ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് ജംഗ്ഷൻ ഡെപ്ത് ആണ്. ജംഗ്ഷൻ ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേറെ ഒന്നും ഇല്ല, ചെയ്യാനുള്ള കാര്യം ഇത്രേ ഉള്ളൂ, വലിയ ഡെറിവേഷൻ ഒന്നും അല്ല അത്. അപ്പൊ ഇത് നമ്മള് ജംഗ്ഷൻ ഡെപ്ത് എന്ന് പറഞ്ഞാല് വെൻ എക്സ് ഈക്വൽ ടു എക്സ് ജെ, അതായത് നമ്മുടെ സൊല്യൂഷനിൽ ആ എക്സ് എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ്, എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഡിസ്റ്റൻസ് ആ പറയുന്നത് ഫ്രം ദ സർഫസ്, ആ എക്സ് എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് എക്സ് ജെക്ക് ഈക്വൽ ആകുന്നതാണ് ഏത് ജംഗ്ഷൻ ഡെപ്ത് എന്ന് പറയുന്നത്. ഇനി നമ്മൾ അത് എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് വെൻ എക്സ് ഈക്വൽ ടു എക്സ് ജെ ദിസ് കോൺസെൻട്രേഷൻ ഇസ് ഈക്വൽ ടു സി ബി. സോ സി ബി എന്ന് പറഞ്ഞാല് ആക്ച്വലി ബാക്ക്ഗ്രൗണ്ട് കോൺസെൻട്രേഷൻ ആണ്. ബാക്ക്ഗ്രൗണ്ട് കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാല് നമ്മുടെ വേഫറില് ഓക്കെ ഈ വേഫറിൽ നമ്മൾ ഇംപ്യൂരിറ്റീസ് ആഡ് ചെയ്യണം അല്ലെ. സോ ബിഫോർ ഡിഫ്യൂഷൻ ഉള്ള ഇംപ്യൂരിറ്റി കോൺസെൻട്രേഷൻ ആണ് ബാക്ക്ഗ്രൗണ്ട് കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ. എന്ന് വെച്ചാൽ നമ്മൾ ഡിഫ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആ ഇംപ്യൂരിറ്റീസ് ഇതിനകത്ത് എത്ര പ്രസന്റ് ആണ് എന്ന് വെച്ചാൽ ഈ ഒരു പോയിന്റിലുള്ള ഇംപ്യൂരിറ്റി അതാണ് നോക്കുന്നത്. ഓക്കെ, അപ്പൊ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് കോൺസെൻട്രേഷൻ എന്ന് വെച്ചാൽ വേഫറിലുള്ള ബിഫോർ ഡിഫ്യൂഷൻ വേഫറിൽ പ്രസന്റ് ആയിട്ടുള്ള ഇംപ്യൂരിറ്റി കോൺസെൻട്രേഷൻ ദാറ്റ് ഈസ് കോൾഡ് ബാക്ക്ഗ്രൗണ്ട് കോൺസെൻട്രേഷൻ സി ബി. അപ്പോൾ അറ്റ് എക്സ് ഈക്വൽ ടു എക്സ് ജെ നമ്മൾ ജംഗ്ഷൻ കണ്ടുപിടിക്കുന്നത് ഈ ഒരു പോയിന്റിൽ എന്തായിരിക്കും നമ്മുടെ ഇംപ്യൂരിറ്റി കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ ഈ വേഫറിലുള്ള കോൺസെൻട്രേഷൻ ഈക്വൽ ആയിരിക്കും. ഓക്കെ, സോ വെൻ എക്സ് ഈക്വൽ ടു എക്സ് ജെ സി ഈക്വൽ ടു സി ബി. ഇത് നമ്മുടെ ആ സൊല്യൂഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സി ഓഫ് എക്സ് കോമ ടിന്റെ ദാറ്റ് ഈസ് സി ഇസ് ഈക്വൽ ടു എന്താണ് സി ബി ആണ്. സി ബി ഇസ് ഈക്വൽ ടു സി എസ് ഇൻറ്റു കോംപ്ലിമെന്ററി എറർ ഫംഗ്ഷൻ ഓഫ് എക്സ് ജെ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു റൂട്ട് ഡി ടി. ഓക്കെ, അതായത് നമ്മുടെ സൊല്യൂഷൻ ഉണ്ടല്ലോ അതിനകത്ത് എന്ത് ചെയ്യുക, കോൺസെൻട്രേഷന് പകരം ബാക്ക്ഗ്രൗണ്ട് കോൺസെൻട്രേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് വെൻ എക്സ് ഈക്വൽ ടു എക്സ് ജെ കോൺസെൻട്രേഷൻ വിൽ ബി ഈക്വൽ ടു സി ബി. ഈ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ എക്സ്പ്രഷൻ ഫോർ എക്സ് ജെ. അതും കൂടെ ഒന്ന് ജസ്റ്റ് പെട്ടെന്ന് ചെയ്ത് ഇത് റീഅറേഞ്ച് ചെയ്ത് എന്ത് കിട്ടും അല്ലെ. എക്സ് ജെ നമുക്ക് എക്സ് ജെന്റെ എക്സ്പ്രഷനാണ് വേണ്ടത്. ജംഗ്ഷൻ ഡെപ്ത് എന്ന് പറഞ്ഞാൽ എക്സ് ജെ ആണ്. ഇതിന്റെ അകത്ത് എക്സ് ജെന്റെ എക്സ്പ്രഷനാണ് വേണ്ടത്. സോ ഇതിൽ സി ബി ബൈ സി എസ് ഈക്വൽ ടു കോംപ്ലിമെന്ററി എറർ ഫംഗ്ഷൻ ഓഫ് എക്സ് ജെ ഡിവൈഡഡ് ബൈ 2 റൂട്ട് ഡി ടി വരും. ദെൻ ഇതിൽ എക്സ് ജെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കണം അല്ലെ. സോ എക്സ് ജെ ബൈ 2 റൂട്ട് ഡി ടി ആണെങ്കിൽ കോംപ്ലിമെന്ററി എറർ ഫംഗ്ഷന്റെ ഇൻവേഴ്സ് ഓഫ് സി ബി ബൈ സി എസ്, അതായത് ഈ കോംപ്ലിമെന്ററി എറർ ഫംഗ്ഷനെ ഇങ്ങനെ സൈഡിലേക്ക് കൊണ്ടുവരണം, അല്ലെങ്കിൽ അത് ക്യാൻസൽ ചെയ്യേണ്ടിക്ക് എന്ത് ചെയ്യണം അതിന്റെ ഇൻവേഴ്സ് എടുക്കണം. സോ എക്സ് ജെ ബൈ 2 റൂട്ട് ഡി ടി ഇസ് ഈക്വൽ ടു കോംപ്ലിമെന്ററി എറർ ഫംഗ്ഷൻ ഇൻവേഴ്സ് ഓഫ് സി ബി ബൈ സി എസ്. മനസ്സിലായോ? ഇതിന്റെ ഇൻവേഴ്സ് എടുത്തിട്ട് ഇത് ക്യാൻസൽ ചെയ്യാണ്, ഈ ഒരു സാധനം ക്യാൻസൽ ചെയ്യാൻ നമുക്ക് എക്സ് ജെന്റെ എക്സ്പ്രഷൻ വേണ്ടത്. അപ്പൊ ഇതിന്റെ ബ്രാക്കറ്റിനുള്ള അതിനെ പുറത്തെടുക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, അത് ക്യാൻസൽ ചെയ്യണം. ഫോർ ദാറ്റ് വി ആർ ടേക്കിംഗ് ഇൻവേഴ്സ്. ഓക്കെ, സോ വി ക്യാൻ റൈറ്റ് എക്സ് ജെ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു റൂട്ട് ഡി ടി കോംപ്ലിമെന്ററി എറർ ഫംഗ്ഷൻ ഇൻവേഴ്സ് ഓഫ് സി ബി ബൈ സി എസ്. സോ ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ജംഗ്ഷൻ ഡെപ്ത്. മനസ്സിലായോ? അപ്പൊ ഈ ഒരു കേസിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ്. സർഫസ് കോൺസെൻട്രേഷൻ കോൺസ്റ്റന്റ് ആണ്, സി എസ്
then impurity, total amount of impurity introduced into the semiconductor calculate ചെയ്തു, then junction depth, where is the, അതായത് നമ്മുടെ സർഫസിൽ നിന്ന് എത്ര ഡെപ്തിലാണ് ജംഗ്ഷൻ പ്രസന്റ് ആയിട്ടുള്ളത്, അതിനുവേണ്ടി അസ്യൂം ചെയ്തത് അറ്റ് എക്സ് ഈക്വൽ ടു എക്സ് ജെ കോൺസെൻട്രേഷൻ വിൽ ബി ഈക്വൽ ടു ബാക്ക്ഗ്രൗണ്ട് കോൺസെൻട്രേഷൻ, അതായത് ബിഫോർ ഡിഫ്യൂഷനുള്ള കോൺസെൻട്രേഷൻ ഈക്വൽ ആയിരിക്കും. ആ ഒരു കണ്ടീഷൻ അസ്യൂം നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് ജെന്റെ എക്സ്പ്രഷൻ കിട്ടും. ഓക്കെ, സോ ഇതാണ് ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് കേസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇത്രയും ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് വരുവാണെങ്കിൽ നോക്കുക കേട്ടോ, നോക്കിയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിക്കുക. ഏതെങ്കിലും പോയിന്റിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ